നമസ്കാരം. ഇന്ന് ബാലറ്റ് ഫൈറ്റ് പരിചയപ്പെടുത്തുന്നത് പെരിങ്ങമംപയങ്കര പഞ്ചായത്തിലെ 17-ാം വാർഡിൽ മത്സരിക്കുന്ന വി അർഷിതയെ LDF സ്ഥാനാർത്ഥി വി അർഷിതയാണ്. വി അർഷിത LDF സ്ഥാനാർത്ഥിയായിട്ട് 17-ാം വാർഡിൽ മത്സരിക്കുന്നു. ഏറെ കൗതുകമുണർത്തുന്ന ഒരു മത്സരമാണ് ഈ വാർഡിൽ നടക്കുന്നത്. കാരണം അയൽവാസികളായ 2 വനിതകളാണ് ഇവിടെ മത്സരിക്കുന്നത്. LDFിലെ വി അർഷിതയും UDFിലെ ജാസ്മിനുമാണ്. എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് പെരിങ്ങമംപയങ്കര ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് LDF സ്ഥാനാർത്ഥി വി അർഷിതയ്ക്കൊപ്പമാണ്. അർഷിതയ്ക്ക് എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്? പെരിങ്ങോം വെസ്റ്റ് 17-ാം വാർഡ് LDFിന് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. പറയാന്ന് വെച്ചാൽ നമ്മൾ വികസനത്തിൻ്റെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്ന റോഡ്, അതുപോലെ കുടിവെള്ളം, വഴിവിളക്ക്, ഇതാണ് ജനങ്ങളുടെ ആവശ്യം. പ്രത്യേകിച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അവർക്ക് കളിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ പിള്ളേർ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് തന്നെ, നമുക്ക് ഇങ്ങനെ കളിക്കാൻ ബുദ്ധിമുട്ടില്ല, കളിക്കാനുള്ള സ്ഥലം ഉണ്ട്, പക്ഷെ അതിനുള്ള ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. പിന്നെന്ത് വികസന പ്രവർത്തനങ്ങളാണ് വാർഡിൽ നിലവിൽ വേണ്ടത്? ഇപ്പം വേണ്ടത് കുടിവെള്ള പ്രശ്നം. പയ്യങ്കാനം ഭാഗത്ത് നമ്മൾ പോയാലും അവിടെ ഞാൻ നിരന്തരമായിട്ട് അവിടെ 2-3 പ്രാവശ്യം വീട് കയറിയാലും അവർ പറഞ്ഞത് അവർക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. അവിടെ ടാങ്ക് ഉണ്ട്, പക്ഷേ കുടിവെള്ളത്തിന് മോട്ടർ എന്തോ കത്തിയിട്ട് അത് കുറച്ച് 5 വർഷങ്ങാനായി അത് ശരിയാക്കിയിട്ടില്ല. അതുപോലെ വഴിവിളക്ക് അവർ രാത്രിയിലാണ് എല്ലാവരും പണി കയറി വരുന്നത്. അപ്പോൾ ആ സൈഡ് പയ്യങ്കാന കോളനി ഭാഗത്ത് ലൈറ്റ് ഇല്ല, ഇരുട്ടത്താ പോകുന്നത്. അത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് ഈ LDFിന് സ്ഥാനാർത്ഥി ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾ ഞാൻ ജയിച്ചാൽ നിങ്ങൾ ഇവിടെ എന്താവശ്യത്തിനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. വേറെന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ ഇല്ലാത്തത്? എന്താണ് ഇനി നിലവിൽ വേറെന്താ വാർഡിൽ നിലവിലെന്താ ഉള്ളത്? ഈ പറഞ്ഞ പിള്ളേരെ കളിസ്ഥലം ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് കളിക്കാൻ. അവർ പോകുന്നത് ഇവിടെ ഒരുപാട് പിള്ളേരുണ്ട് കളിക്കാൻ. അപ്പം അവർ കളിക്കാൻ പോകുന്നത് പുറത്ത് സ്ഥലങ്ങളിലാണ്, ചിലപ്പം പൈസ കൊടുത്തിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അപ്പം പിള്ളേരും പറയുന്നത് നമുക്ക് ആര് ജയിച്ചാലും നമുക്കിത് ചെയ്ത് തന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ആണെങ്കിൽ പിന്നെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഈ വാർഡിലേക്ക് ജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അത് ചെയ്തു തരാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വട്ടം വീട് ഗൃഹസന്ദർശനം നടത്തിയല്ലോ. ഇപ്പോഴും അവസാനവട്ട ഗൃഹസന്ദർശനത്തിലാണോ അർഷിതയുള്ളത്? തീർച്ചയായും. ഇപ്പോൾ ഞാൻ സ്ലിപ്പും കൊണ്ട് വീട് കയറിയെന്ന് പിന്നെ വീട് കയറി അവരെ ആവശ്യങ്ങളെല്ലാം എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ കണ്ടറിഞ്ഞ് ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാനും മുന്നോട്ട് പോകുന്നു. എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് അർഷിത ഇപ്പോൾ കണക്കാക്കുന്നത്? അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങളെ കൈമലാണ് ജനങ്ങൾക്ക് ആര് വേണം, എങ്ങനെ ജയിക്കണം, അവരാണ്. അവർക്കൊരു ആവശ്യങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള ജനങ്ങളെ മനസ്സിലുണ്ടാവും. ആര് ജയിച്ചാലാണ് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ആള്, അവർക്കേ ജനങ്ങൾ വോട്ട് ചെയ്യും. അപ്പം ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരെ വേണം. അപ്പോൾ പാർട്ടി LDF സ്ഥാനാർത്ഥിയാണല്ലോ, എന്താണ് പാർട്ടി ഏൽപ്പിച്ച ചുമതല കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ അർഷിത? തീർച്ചയായും നിർവഹിക്കുന്നുണ്ട്. പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ വീടുകളിൽ കയറുമ്പോൾ അവരെ ആവശ്യങ്ങൾ, അവരെ ബുദ്ധിമുട്ടുകൾ എല്ലാം ചോദിക്കാൻ വേണ്ടി, പിന്നെ അതുപോലെ പെൻഷൻ കിട്ടുന്നുണ്ടോ, അപ്പോൾ അവിടെ എന്താവശ്യം ഓരോ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറയുന്നുണ്ട് ഓരോ നാട്ടിൽ. അപ്പോൾ അവരെല്ലാം ആവശ്യം നമ്മളെ കണ്ടറിഞ്ഞ് അത് ജയിച്ചാൽ അവർക്ക് ഞാൻ വാക്കും കൊടുത്തിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പ് കൊടുത്തു. ജനങ്ങളോട് വോട്ടർമാരോട് എന്താണ് അഭ്യർത്ഥിക്കാനുള്ളത്? വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ പോയിടത്തോളം റോഡ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീലിരിങ്ങ ഭാഗത്ത് കൽവെട്ടിന്റെ പ്രശ്നം അവർക്ക് കുറെ കാലമായിട്ടുള്ളതാണ്. നീലിരിങ്ങ ഭാഗത്ത് കൽവെട്ടിന്റെ പ്രശ്നങ്ങൾ, റോഡ് പ്രശ്നം. അപ്പൊ ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടായിട്ടില്ല. കുറച്ച് ചെയ്തു വെച്ച മുൻപ് ഉണ്ടായ മെമ്പർ, മുമ്പ് എന്നാണ് ഈ കഴിഞ്ഞ മെമ്പറല്ല, അതിന് മുമ്പേ ഉള്ള മെമ്പർ ചെയ്തു വെച്ച ഭാഗം വരെ ആടുന്നുണ്ട്. അത്രയും ശേഷം ഒരാളും ചെയ്തിട്ടില്ലത്. അത് ചെയ്തു കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ നേർക്കുനേർ പോരാട്ടമാണ്, നിങ്ങൾ അയൽവാസികളും നാട്ടുകാരും തമ്മിലുള്ള ഒരു മത്സരമാണിത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
തീർച്ചയായിട്ടും നാട്ടുകാരും മാത്രമല്ല അതിലുപരി എൻ്റെ ഒരു ഏട്ടത്തിയായിട്ട് ഞാൻ കാണുന്നതാണ്. പിന്നെ എൻ്റെ ഒരു സുഹൃത്താണ്. അതുപോലെ എൻ്റെ എല്ലാമാണ് ജാസ്മി. പിന്നെ ഇതില് നമുക്ക് രാഷ്ട്രീയവും ഇല്ല. കാരണം അവളെന്ന് പറഞ്ഞത് എന്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പറയുകയും ചെയ്യും. അതുപോലെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നല്ലൊരു സുഹൃത്തും കൂടിയായി പറയുന്നു. വേറൊന്നും മത്സരത്തിൽ മാത്രമേ നിങ്ങൾ എതിർപ്പുള്ളൂ? അതെ അതെ. ഓക്കെ ഓക്കെ.